الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഉടനീളം കാത്തു സൂക്ഷിച്ച് റബ്ബിനേറെ പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തത്തെ മറക്കാതെ അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കുടുംബസമേതം സംഗമിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം നിറഞ്ഞ കുടുംബം, വീട് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളുടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾക്കൊക്കെയും എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മുടെ ജോലിയുടേതായ എത്ര വ്യാപൃതരായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് എങ്കിലും നമ്മൾക്കെല്ലാം തിരികെ ചെല്ലാനുള്ള കേന്ദ്രം നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്. പോരായ്മകൾ ഉണ്ടാകും, അപാകതകൾ ഉണ്ടാകും, ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ പലരിലും ഉണ്ടാകും. പക്ഷേ നമ്മൾക്കാകെ ഒരു കുടുംബമേ ഉള്ളൂ എന്ന ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ എന്തു വന്നാലും എനിക്ക് ആകെ കൂടെ ഉണ്ടാവുക ഇവരാണ് എന്ന ഒരു ബോധ്യത്തിലൂടെ മാത്രമേ കുടുംബ ബന്ധങ്ങൾ മനോഹരമാക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ കുടുംബത്തിന് നെടുന്തൂണുകളാണ് ഉമ്മയും ബാപ്പയും. എന്റെ മാതാപിതാക്കളെ ഞാൻ എന്തിനു സ്നേഹിക്കണം എന്ന ചോദ്യങ്ങൾക്ക് അതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ് എന്നതാണ് ഒന്നാമത്തെ ഉത്തരം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അവനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യാനും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഉമ്മയോടും ബാപ്പയോടും ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. അള്ള എന്നോട് പറഞ്ഞു എന്റെ ഉമ്മയെയും ബാപ്പയെയും പരിപാലിക്കാൻ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾക്കൊരു വിശ്വാസിയാണോ വേറെ മറുപടികളുടെ ആവശ്യമില്ല. ഇന്ന് മാതാപിതാക്കളെ ഇങ്ങനെ താത്വികമായി അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ കാലഘട്ടം. ഇപ്പൊ നമ്മളും നമ്മുടെ അനിയനും, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയും 8ാം ക്ലാസ് പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു അനിയനും, +2കാരനായ ജ്യേഷ്ഠൻ എല്ലാ കാര്യങ്ങളും അനിയനോട് പങ്കുവെക്കുകയില്ല. കാരണം ജ്യേഷ്ഠൻ അറിയാം ഇതൊന്നും ഉൾക്കൊള്ളാൻ മാത്രമുള്ള പാകതയൊന്നും അവന്റെ ബുദ്ധിക്കായിട്ടില്ല. മഗ്‌രിബ് കഴിഞ്ഞ് അങ്ങാടി നിൽക്കുന്ന അനിയനെ കണ്ടാൽ ജ്യേഷ്ഠൻ തലക്ക് തോണ്ടി വീട്ടിക്ക് പറഞ്ഞേക്കും, ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോന്ന് പറയും. എന്തേപ്പ ഞാൻ നിന്നാൽ എനിക്ക് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ എന്ന മറുപടി അനിയന്റെ ഭാഗത്തുനിന്ന് വരും. എന്തുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന അപകടങ്ങൾ ജ്യേഷ്ഠനറിയാം. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നൊരു പ്രായമല്ല അനിയന്റേത്. ചിലപ്പോ ചില കാര്യങ്ങളെ തിരുത്തുമ്പോ അനിയൻ ചോദിക്കും എന്തിനാ ഉമ്മ എന്നോട് ഇവനിങ്ങനെ ഉപദേശിക്കണം. അപ്പൊ ഉമ്മ ചിലപ്പം പറയും ചങ്ങായിക്ക് എപ്പോഴും അന്തം വെച്ചില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെക്കാൾ 4 or 5 വയസ്സ് മാത്രം കുറവുള്ള അനിയനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കാറില്ല. അതിന്റെ കാരണം അവന് ചിലതൊന്നും മനസ്സിലാവാൻ മാത്രമുള്ള പാകതയായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയും തമ്മിലുള്ള നിങ്ങളുടെ പ്രായ വ്യത്യാസം എത്രയാണ്? 25 or 30 വയസ്സ് കൂടുതലുള്ള ആ ഉമ്മയും ബാപ്പയും നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഒരേപോലെ ചിന്തിക്കും, ഒരേപോലെ വർത്തമാനം പറയും എന്ന് വിചാരിക്കുന്നതിനേക്കാളും വലിയ വിഡ്ഢിത്തം വേറല്ല. 2 പേരും 3 പേരും ഒരേപോലെയല്ല ചിന്തിക്കുക. ബാപ്പാനും ഇമ്മാനും തിരുത്തുക എന്നതല്ല മക്കൾ ചെയ്യേണ്ട വിഷയം. മറിച്ച്
ബാപ്പയും ഉമ്മയും എന്താണോ മനസ്സിലാക്കിയത് അതിൽ അവരെ സങ്കടപ്പെടുത്താതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ സങ്കടപ്പെടുത്തി തിരുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങൾ, മറിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ കൂടെ ജീവിക്കുന്നതിലാണ് പുണ്യം. എല്ലാം താത്വികമായിട്ട് ആലോചിക്കുകയാണ്. ബാപ്പ പണ്ട് ചെയ്ത് തെറ്റാണ്, ബാപ്പ 22-ാം വയസ്സ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, ഇതിങ്ങനെ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയൊണ്ടും കാര്യമില്ല. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ, നീ പറയണം റബ്ബിർഹംഹുമാ, റബ്ബേ അവർ ഇരുവർക്കും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സ്വൈറ, എന്നോടവർ എപ്രകാരമാണോ എന്റെ ചെറുപ്പത്തിൽ കരുണ കാണിച്ചത് അപ്രകാരം. ഇത് ഒരു വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി വാപ്പാന്റെ ഇമ്മാനെയും മക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആരുടെയൊക്കെയോ മക്കളാണ്. നമ്മൾക്ക് എത്ര പ്രായം ഉണ്ടായിക്കോട്ടെ, എങ്കിൽ അവനവന്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഈ പ്രാർത്ഥന അവസാനമായിട്ട് ഞാൻ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് സ്വയം ആലോചിക്കുക. ഈ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ കാണാം ബാപ്പാന്റെയും ഉമ്മയുടെയും ത്യാഗങ്ങളും അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത നന്മകളും നമ്മുടെ സംസാരത്തിൽ ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടെങ്കിലും കടന്നു വരണം എന്നാ. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, നമ്മളെ ചങ്ങായിമാരെ കുറിച്ച് പറയും, ഓ എന്റെ ചങ്കാണ്, ഓ എന്റെ ചങ്കാന്ന് പറയാൻ നമ്മൾക്കൊരു 4-5 കാരണം ആകെ ഉണ്ടാവും. എന്റെ കൂടെ യാത്രക്ക് ഓന ഉണ്ടാവുക, എന്റെ ബിസിനസ് സഹായിച്ച ഓന, ഞാൻ കുടുങ്ങിയപ്പോ എനിക്ക് കടം തന്നത് ഓന, ഓന ടൂർ ഉണ്ടായത്, ഇങ്ങനെ 5 കാരണം പറഞ്ഞാൽ ചങ്ങായുള്ള ബന്ധം തീർന്ന്. അത് നമുക്ക് വാതോരാതെ പറയാൻ കഴിയും. പക്ഷെ നമ്മുടെ ഉമ്മയും ബാപ്പയും ആരാണ് എന്നൊരു ബോധ്യം, ആ ഉമ്മയും ബാപ്പയും സത്യത്തിൽ നമുക്ക് ആരാ? അവർ നമ്മൾ തമ്മിലുള്ള ബന്ധം വെറുതെ ആലോചിച്ച് നോക്കി. നമ്മളെ ജനിക്കുന്നതിന് അള്ളാഹ് കാരണമാക്കി വെച്ചവർ, നമ്മളെ നോക്കാൻ നമ്മളെ പരിപാലിക്കാൻ അള്ളാഹു നിശ്ചയിച്ചവർ, അവർ നമ്മളെ പരിപാലിച്ചിടത്ത് വല്ല പ്രയാസവും വല്ല അപാകതയും സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇന്ന് ആരോഗ്യമില്ല. എത്രയോ ഉമ്മമാർ മക്കളെ അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ ഗർഭാശയത്തിലെ കുട്ടിയെ അടിച്ചു കൊല്ലുന്നു. എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കുപ്പത്തൊട്ടിയിലും മറ്റും വലിച്ചെറിയുന്നു. അവഹിത ബന്ധങ്ങൾക്ക് വേണ്ടി എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളെ കൊലപ്പെടുത്തുന്നു. എങ്കിൽ ആ ഉമ്മയിൽ നിന്ന്, ആ ബാപ്പിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ ഉമ്മ, എന്റെ ഭാരം പോറ്റിയവൾ, എന്റെ ഭാരം പേറിയവൾ, എന്റെ മലമൂത്ര വിസർജനങ്ങളെ വൃത്തിയാക്കിയവർ, എന്റെ മാലിന്യങ്ങളെ കൈകി തുടച്ചവൾ, സ്വന്തം വിശപ്പ് മറന്ന് എന്നെ ഊട്ടിയവൾ, ഇയഞ്ഞും ഇരുന്നും വേച്ചു നടന്നും നമ്മുടെ ആയുർഘട്ടത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾക്ക് താങ്ങും തണലുമായി നിന്നവർ. മുഖത്തിങ്ങനെ ടവല് മാറ്റുന്നൊരു പ്രായമുണ്ട് കുട്ടിക്ക്. ഒരു കൗലാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് മുഖത്തിങ്ങനെ സാധാരണ ഒരു 3 മാസം 6 മാസം ആകുമ്പോൾ കുട്ടീനെ അടുത്തുള്ള ടവല് മുഖത്തേക്കിടും. ആ ഉമ്മ 1 മിനിറ്റ് 2 മിനിറ്റോ കുട്ടിന്റെ അടുത്ത് മാറിയാൽ പോലും ഉടനെ ചെന്ന് നോക്കും. ആ ടവലെങ്ങാനും എന്റെ കുട്ടിയുടെ മുഖത്ത് വീണാൽ എന്റെ കുട്ടിയുടെ ശ്വാസം നിലക്കും എന്ന ഉമ്മാക്ക് പേടിയാ. അടുത്തിലൂടെ ഒരു ഈച്ച പാറിയാൽ ആ ഉമ്മാക്ക് ഭയ. നടത്തം പഠിച്ച സമയം നമ്മൾ നമ്മുടെ മുറ്റത്തേക്ക് ഓടിപ്പോകുന്ന സമയം പിറകെ വന്ന് വലിച്ചു നമ്മുടെ ഉപ്പ പല പ്രാവശ്യം. അവർ നമ്മൾക്ക് വച്ചു തീട്ടിയ, അവർ നമ്മൾക്ക് നൽകാതിരുന്ന ചില സ്വാതന്ത്ര്യങ്ങളുടെ പേരാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം. അവരെങ്ങാനും ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങുകയാണ്, എനിക്ക് എന്റെ ഹാപ്പിനെസ് മതി, എനിക്ക് എന്റെ ജീവിതം മതി, എന്റെ ലൈഫ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 8-ലോ 10-ലോ ആയപ്പോഴേക്ക് ബാപ്പ ഗൾഫിൽ നിർത്തി നാട്ടിലേക്ക് പോന്നുകാണ്ട് ഓനെപ്പം അത്രയും പഠിപ്പിച്ചില്ലേ, വലുതാക്കി കഴിഞ്ഞ് ഓനായി ഓന്റെ പാടായി എന്ന് തീരുമാനിച്ചിട്ടില്ല ഒരു വാപ്പയും. ആ ബാപ്പ ഗൾഫ് നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയും അവരെ ദാമ്പത്യ ബന്ധം താൽക്കാലികമായി ഉപേക്ഷിച്ച് മണലാനത്തിലേക്ക് പോയത് മക്കൾക്ക് വേണ്ടിയാ. ആ ബാപ്പയും അവിടെ അങ്ങനെ നിൽക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എത്ര മനസ്സിലാക്കി എന്നുള്ളതാണ്. അവസാനം വളർന്നു വലുതായി അവരെ മുകളിൽ നീളവും അവരെക്കാളും കുറച്ച് പൈസയും കൂടി ആവുമ്പോ അവനാന്റെ ചെങ്ങായിമാർക്ക് ചാറ്റ് ചെയ്യുന്ന അത്ര പോലും, അവനാന്റെ കൂട്ടുകാരെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്ന അത്ര പോലും സ്വന്തം മാതാപിതാക്കളെ കൂടെ നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഈ ബാപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം? ഫാദേഴ്സ് ഡേക്കും മദേഴ്സ് ഡേക്കും പോയി സ്റ്റാറ്റസ് ഇടലോ, ഏതെങ്കിലും മൂല്യാർ ഉമ്മാനെ പറ്റിയുള്ള വാദോല സംസാരം ഇടുമ്പോ അത് സ്റ്റാറ്റസ് ഇട്ട് തായൊരു സങ്കടത്തിന് ഇമോജി കൊണ്ടുപോയി കൊട്ടലോ? ഇതാ അമ്മയും ബാപ്പയും. അവനാന്റെ മാതാപിതാക്കൾ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി. ഒരു മാഷ് റിട്ടയർഡ് ആവുകയാണ്.
അയാൾ പറയല്ലോ, ഞാൻ ഇത്ര ദിവസം ഇപ്പൊ എന്നും രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി ഉണ്ട്, ആ പകൽ അങ്ങനെയാണ് കഴിഞ്ഞു പോകും, ഞാൻ വീട്ടിലിരിക്കണ എനിക്ക് ആലോചിക്കാൻ വയ്യാന്ന് മനുഷ്യൻ പറയും, സങ്കടപ്പെടും. സ്ഥിരമായിട്ട് ടർഫിൽ പോയ നിങ്ങളെ ചങ്ങായി കാൽ ലിഗമെന്റ് പൊട്ടി അങ്ങനെ റെസ്റ്റിലായാൽ ഓൻ്റെ ഉള്ള സങ്കടമുണ്ട്. എന്നും കിട്ടിക്കൊണ്ടിരിക്കണ, സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കണ ഒന്ന് ഇല്ലാതാകുമ്പോഴൊരു സങ്കടം. തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കി. നമ്മളിങ്ങനെ എന്നും വീട്ടിൽ കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് മറുപടി പറയാൻ ഒരു ബാപ്പയോ ഉമ്മയോ ഇല്ലാതാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഇല്ലാതാകുന്ന അവസ്ഥ. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വീട്ടിക്ക് വരുമ്പോ ഉമ്മാന്റെ കുട്ടിന്റെ കൂടെ ആരില്ലെങ്കിലും എന്റെ കുട്ടിന്റെ കൂടെ എന്റെ ഉമ്മ ഉണ്ടാവട്ടോ എന്ന് ഉമ്മ പറയുന്ന വർത്തമാനം. അങ്ങനെ ഒരാൾ ഇല്ലാത്ത വീടിനെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് നമ്മൾ വെറുതെ ആലോചിക്കുക. എമ്മയും ബാപ്പില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുക, എന്തോലും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. അവർക്ക് അവരെ പൈസ കൊണ്ട് നികത്തിയാൽ ഈ വിടവ് തീരൂല. ഒറ്റ പ്രതീക്ഷ വരെ അമ്മാക്കും ബാപ്പാക്കും തൗഹീദ് ഉണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന പ്രതീക്ഷ മാത്രം മുന്നോട്ട് പോകുന്ന മനുഷ്യരുണ്ട്. ചെങ്ങായിമാരെ കൊണ്ടത് പകരാവൂല, പൈസ കൊണ്ട് പകരാവൂല, ഏസിയുള്ള കാർ കൊണ്ട് ഉമ്മയും ബാപ്പയും പകരാവൂല. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉമ്മക്കും ബാപ്പക്കും അത് പകരാവൂല. കാരണം നമ്മുടെ പെണ്ണുങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മുഖത്തുനിന്നൊരു സങ്കടം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പറയണം. പക്ഷെ നമ്മൾ ക്ഷീണിച്ചു വരും. നമ്മളെ കാണുമ്പോ എന്റെ കുട്ടി പോയി ഒന്ന് കിടന്നോ എന്ന് പറയാൻ ഉമ്മാക്കേ കഴിയൂ. അത് നെറ്റിമ്മ കിടന്നോ എന്ന് എഴുതി വെച്ചോണ്ടല്ല, മറിച്ച് ഉമ്മാക്കത് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ മുഴുവൻ ഘട്ടവും കണ്ട ഒരാളാ. വീട്ടിങ്ങനെ കയറുമ്പോ ഷൂസ് അയക്കുമ്പോ കാലിടറുന്നത് ഉമ്മ കാണും. എന്റെ കുട്ടി ഒന്ന് പോയി കിടന്നു വായെന്ന ഉമ്മ പറയും. നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും മാത്രം മനസ്സിലാവുന്ന ചിലതുണ്ട്. അത് ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും അള്ളാഹ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വാപ്പിയും ജീവിച്ചിരിക്കും അവർക്ക് നന്മ ചെയ്യാൻ പറ്റുക എന്നുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത്. ഈ ലോകത്ത് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് ആരാന്നറിയോ? ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് അവനാന്റെ നല്ല കാലത്ത് വാപ്പാനിമ്മാനും നോക്കാൻ നല്ലപോലെ കഴിയാത്ത മനുഷ്യനാണ്. അവനാന്റെ നല്ല കാലത്ത് വാപ്പാനിമ്മാൻ നല്ലപോലെ നോക്കാനും അവരോട് നല്ലൽക്ക് പെരുമാറാനും കഴിയാത്ത മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും നീറിപ്പോകണേ. എന്നിട്ട് അവന്റെ പക്വതയും പാകതയും കയ്യിൽ പൈസയും വന്നപ്പോ നിമ്മിയും ബാപ്പിയും മരിച്ചുപോയി. അതോടുകൂടി ഉള്ളിൽ നീറ്റല. ആ മനുഷ്യൻ ഓരോ നമസ്കാരത്തിലും ഓരോ ഉംറയിലും ഓരോ ഹജ്ജിലും അയാൾ തേടിക്കൊണ്ടിരിക്കും, പഠിച്ചോനെ എന്റെ അമ്മാനോടും ബാപ്പാനോടും ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ പുറത്തരണേ. നമ്മൾ ആലോചിക്കേണ്ടേ, നമ്മൾക്ക് നമ്മുടെ നിസ്കാരം, നഷ്ടപ്പെട്ട നമസ്കാരം വീണ്ടും തുടങ്ങാം. നഷ്ടപ്പെട്ട സക്കാത്തുകൾ നമ്മൾ കൊടുത്തു തീർക്കാം. ഹലാലായിട്ട് മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ എന്ന് പറയാം, ശരി. പക്ഷെ അവനവന്റെ ജീവിതത്തിൽ നിന്ന് ഉമ്മയും ബാപ്പയും എന്നേക്കുമായി നഷ്ടമായാൽ അതിനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അവരിനി തിരിച്ചു കിട്ടൂലെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉംറ നിർവഹിക്കുന്ന സമയം ഒരു മനുഷ്യനെ കണ്ടു. അയാൾ യമനിൽ നിന്ന് ഉമ്മനെ ഇങ്ങനെ തന്റെ ചുമലിലേറ്റി നടന്നു വന്നു മക്കയിലേക്ക് ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. എന്റെ ഉമ്മയോട് എനിക്കുള്ള ബാധ്യതകൾ അവസാനിച്ചുവോ എന്ന ചോദ്യത്തിന് ഇബ്നു മദ്ദാൻ കൊടുക്കുന്ന മറുപടി, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന വേദനക്ക് പോലും അത് പരിഹാരമായിട്ടില്ല, പകരമായിട്ടില്ല എന്നുള്ളതാണ്. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നീ താഴ്ത്തി കൊടുക്കണം കാരുണ്യത്തിന്റെ ചിറക്. ഏത് അധികാരമുള്ളവനായിക്കോട്ടെ, എത്ര വലിയ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നവനായിക്കോട്ടെ, നമ്മൾക്ക് എത്ര സാമ്രാജ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ 5 അക്കമോ 6 അക്കമോ 7 അക്കമോ കടന്നു പോകട്ടെ, പക്ഷേ ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ ആ അധികാരങ്ങൾക്ക് സ്ഥാനമില്ല. ചിലപ്പോ നമ്മൾ ഊതിയാത്തൊരിക്കുന്ന വലിപ്പേ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യം ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടാവും, ശരി. പക്ഷെ ഉമ്മയുടെയും ബാപ്പയുടെയും മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഭർത്താക്കന്മാരെ, ഈ പറയുന്ന നിങ്ങളെ ഭാര്യമാര് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഉമ്മാനും നിങ്ങളുടെ ബാപ്പാനെയും അവരെ നോക്കുന്ന പോലെ അവർക്ക് ഉമ്മയും ബാപ്പയുണ്ട്. നിങ്ങൾ ആലോചിക്കണ ചില വിഷയം, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് പ്രയാസമുണ്ട് എന്നറിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ ഇണയുടെ ഉമ്മാക്കും ബാപ്പാക്കും പ്രയാസമുണ്ടെന്ന് അറിഞ്ഞാൽ ഒന്ന് ചോദിക്കാൻ പോലും നിൽക്കരുത്. ഉമ്മാക്കും ബാപ്പാക്കും സുഖമില്ലല്ലോ, ഉമ്മാക്ക് എന്തോ പ്രയാസമല്ലേ, പോയി 2 ദിവസം നിന്ന് നോക്കിപ്പോരെ എന്ന് പറയാൻ കഴിയുന്നവരാകണം. അത് പറയാൻ പറ്റാതെ അവനാന്റെ നിങ്ങളുടെ ഉമ്മാനെയും ബാപ്പാനെയും മാത്രം നോക്കിയാൽ മതി, നിർബന്ധ ബുദ്ധിയോട് കഴിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക?
ഇപ്പൊ നമ്മൾ അണ്ടറിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 10-40 കൊല്ലം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീടായി ആ സമയത്ത് വാപ്പിമ്മ മരിച്ചു പോയിക്കണെങ്കിലേ ഇപ്പൊ കുത്തുപോയിട്ട് ഇങ്ങനെ അന്തം വിട്ട് ആലോചിക്കുന്നുണ്ടാവും, കരയുണ്ടാവും. എന്റെ വാപ്പാനും ഇമ്മാനും എനിക്ക് നോക്കാൻ നല്ലപോലെ നോക്കാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ച് കരയുണ്ടാവും. ഇന്റെ ഇക്കാക്കിയാണല്ലോ അതിന്റെ കാരണക്കാരെന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇത് ജീവിതകാലം മുഴുവൻ വെറുപ്പ് കൂട്ടുക എന്നല്ലാതെ വെറുപ്പ് കുറക്കൂല. കുറച്ച് ഗൗരവത്തിൽ ഈ വിഷയം നമ്മളൊന്ന് ആലോചിച്ചോളി. കുടുംബജീവിതം താറുമാറാകാത്ത രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കും, അവര് നമ്മളെ നോക്കും, നമ്മുടെ മാതാപിതാക്കളെ നോക്കും, കുടുംബ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. അനബി ഉമാമ അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, പ്രവാചകരികിലേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, മാ ഹഖ്ഖുൽ വാലിദൈനി അലാ വലദിഹിമാ, ഒരു മകന് തന്റെ മാതാപിതാക്കളോട് വല്ല ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഉണ്ടോ? എന്തൊക്കെയാണ് അവകാശങ്ങൾ? ഒറ്റ വാക്ക് കൊടുത്ത, ഹുമാ ജന്നതുക വനാറുക, ആ രണ്ടുപേരും നിന്റെ സ്വർഗമാണ്, ആ രണ്ടുപേരും നിന്റെ നരകമാണ്. നിന്റെ സ്വർഗം അവിടെയുണ്ട്, നിന്റെ നരകം അവിടെയുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നു, ത്വൽഹ, ആരുണ്ട് വീട്ടിൽ? വാർദ്ധക്യമെത്തിയ ഉമ്മയുണ്ട് റസൂലേ. ത്വൽഹ, വീട്ടിലേക്ക് തിരികെ പോവുക. നീ ആഗ്രഹിക്കുന്ന, നീ കൊതിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെ പക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യം ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും ബാപ്പാരാണല്ലോ. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളെ കുട്ടിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണേ. ഇടക്കിടക്ക് നിങ്ങളെ അടുത്തിന് വന്നിട്ട്, ഇപ്പൊ എന്താ വർത്താനം, സുഖല്ലേ എന്ന് ഇടക്കിടക്ക് ചോദിക്കുന്ന, നല്ല വർത്തമാനങ്ങൾ പറയുന്ന, കാര്യങ്ങൾ പക്വമായി സംസാരിച്ച് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന മക്കളെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതല്ല, കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ചെയ്യും, ഇങ്ങോട്ട് വലിയ വർത്താനം കൂട്ടൊന്നുമില്ല, അങ്ങനെ നടക്കണ മക്കളെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഒരു ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ ഒന്നുമില്ല, ഉമ്മാന്റെ പാരസെറ്റമോളിന്റെ ഗുളികയും മറ്റേ പൊടിയൊക്കെ എടുത്തു കൊടുക്കാൻ, അരിഷ്ടെടുത്ത് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അതിന്റെ കൂടെ, അമ്മ നിങ്ങൾക്ക് എന്താ സുഖല്ലേ, എന്താ നിങ്ങളെ വർത്താനം എന്ന് ചോദിക്കുന്ന മക്കളായിരിക്കും ഭയങ്കര പക്വതയില് കാര്യങ്ങളൊക്കെ കണ്ടെന്ന് ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് വർത്താനവും കൂട്ടൊന്നില്ലാത്ത കുട്ടിനേക്കാളും ഇമ്മാക്കിഷ്ടം ഉമ്മാനോട് സംസാരിക്കുന്ന മക്കളേക്കാരം. എന്തുകൊണ്ടാ? വകുല്ലഹുമാ ഖൗലൻ കരീമ, സംസാരിക്കണോ ഉമ്മാനോടും ബാപ്പാനോടും മാന്യമായിട്ട് പെരുമാറണം. അവരാഗ്രഹിക്കുന്ന നമ്മുടെ നല്ല സംസാരവും സാമീപ്യമാണ്. അതോടൊപ്പം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന മക്കളും ആവണം. അതാണ് എല്ലാ അമ്മമാരും ബാപ്പാരും ആഗ്രഹിക്കണേ. തിരിച്ചു അങ്ങോട്ട് ആയിക്കൊടുത്താൽ മതി. എന്റെ കുട്ടിനോട് ഞാനിങ്ങനെ മുഴുവൻ സമയം ഗൗരവം നടിച്ചിക്കേണ്ട വാപ്പിയമ്മയല്ല ആവണ്ടേ. ആ മസിലാണ്ട് വിട്ട് ആ കുയിന്തമ്മോറെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ചേർത്ത് പിടിക്കുക, ഒന്നും സംഭവിക്കാം. അവനാന്റെ കുടുംബം മനോഹരാവുന്ന വേറെ പ്രത്യേകിച്ച് നെറ്റൊന്നുമില്ല. സ്വന്തം കുടുംബമാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നു. ആ വീട് അടുത്താണെങ്കിൽ പറ്റുമെങ്കിൽ എന്നും നിങ്ങളുടെ ഉമ്മാനും ബാപ്പാനും കാണാൻ നിങ്ങൾ പോണം. ഇനി അടുത്തല്ല, എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എന്നും എത്തിപ്പെടണം. ശരി, എത്തിപ്പെടാൻ പറ്റില്ല, ദൂരെയാണ്, ഉമ്മാനും ബാപ്പാനും വിട്ടാ താമസിക്കണം. ശരി, എന്നും ഫോൺ വിളിക്കണം. ഉമ്മാനെ മാത്രം വിളിച്ച് ഉമ്മാനോട് ബാപ്പാന്റെ വർത്താനം ചോദിച്ചാ പോരാ, ഉമ്മാനെയും ബാപ്പാനും വിളിക്കണം. രണ്ടുപേർക്കും ഫോൺ കൊടുത്ത് ബാപ്പയോടും ഉമ്മയോടും സംസാരിക്കണം. ആ ബന്ധം നിലനിർത്തണം. ദൂരെയാണോ, മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഉമ്മാനെയും ബാപ്പാനെയും കാണാൻ ചെല്ലണം. ആ വരവിൽ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ വരവിൽ അവർ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ബിസിനസ് മേഖലയിൽ മനോഹരമാക്കും. നമ്മുടെ ഭാവി ജീവിതം സുന്ദരാക്കും. നമ്മൾ മുഴുവൻ സമയം നമ്മുടെ ബിസിനസ് കച്ചവടം എന്ന് പറഞ്ഞ് ഉമ്മാനെയും ബാപ്പനെ ഒഴിവാക്കി നടന്നാൽ അവരെ മനസ്സ് വേദനിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും താളപ്പിയവ് കൊണ്ടുവരും. നാളെ ഇതേ അവസ്ഥ നമ്മുടെ മക്കളോട് നമ്മൾക്ക് തിരിച്ചു കിട്ടും. ശരി, എല്ലാവരും അവനാന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും വയസ്സൊന്ന് കൂട്ടി വെക്കി. എത്രയായി? സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെയും വയസ്സ് എത്രയെന്ന് വെറുതെ ആലോചിച്ചോളി. എത്രയായി? മാക്സിമം ഇനി എത്ര കൊല്ലം അവർ ദുനിയാവിലുണ്ടാവും? മാക്സിമം ഇനി എത്ര കൊല്ലം നമ്മൾ അവരെ പരിപാലിക്കേണ്ടി വരും? മാക്സിമം ഇനി എത്ര കൊല്ലം അവരെ പ്രാർത്ഥന നമ്മൾക്ക് കിട്ടും? മാക്സിമം ഇനി എത്ര കൊല്ലം അവരിലൂടെ നമ്മൾക്ക് സ്വർഗം നേടാൻ പറ്റും? ഒരു 10 കൊല്ലത്തിന്റെ താഴെയുള്ള ആൾക്കാർ കുറവേക്കാരം. ഒരു 5 കൊല്ലം ഇല്ലാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും.
നമ്മക്ക് ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നെയും കുറെ കാലം ജീവിക്കും. പക്ഷേ ആ ജീവിതം ബാപ്പി ഇമ്മിയും ഒപ്പല്ലാതെ ഇക്കരം. എത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ, എന്താ ഉള്ളത്? അതൊരു ബല. അമ്പാടൊരു മനുഷ്യൻ പറഞ്ഞ അനുഭവം ഉണ്ട്. അയാളുടെ വാപ്പ 83-ാമത്തെ വയസ്സിൽ കിടപ്പിലായി. 93-ാമത്തെ വയസ്സിൽ ആ വാപ്പ മരിച്ചു. ബാപ്പാനിമ്മാനും മഹത്വം മനസ്സിലാക്കി അന്നു മുതൽ ആ മനുഷ്യൻ 10 കൊല്ലം അയാളും അയാളുടെ ഭാര്യയും ദിവസവും രാവിലെ വാപ്പാനെ കുളിപ്പിക്കും. ബാപ്പാക്ക് ഏറ്റവും ഇഷ്ടം വെള്ള വസ്ത്രമിടല. ബാപ്പാക്ക് വെള്ള തുണിയും വെള്ള കുപ്പായം ഇട്ടുകൊടുക്കും. പുറത്തങ്ങനെ എല്ലാവരും കാണാൻ പറ്റുന്ന രൂപത്തിൽ കട്ടിലുണ്ട്, ചാരിക്കിടക്കാൻ വന്ന കട്ടിൽ, അതിലേക്ക് എന്നും ബാപ്പാനെ കൊണ്ടുപോയി കിടത്തും. ഈ മനുഷ്യൻ പറഞ്ഞു, 10 കൊല്ലം ഞാൻ നോക്കി. 93-ാമത്തെ വയസ്സിന്റെ ബാപ്പ മരിച്ചു. 1.5 കൊല്ലം ഞാൻ ഭൂമിയിലാണോ ആകാശത്താണോ എനിക്ക് മനസ്സിലായിട്ടില്ല. ജീവിതമാകെ പാടി. എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഞാൻ ബാപ്പയോട് സംസാരിക്കും. ബാപ്പാക്ക് ഒന്നും തിരിച്ചു പറയാൻ അറിയില്ല, കഴിയൂല. കണ്ണുകൊണ്ട് ആക്ഷൻ കാട്ടുന്നല്ലാതെ ഒന്ന് ചിലപ്പോ ചുണ്ടനക്കുന്ന എന്റെ ബാപ്പാക്ക് എന്നെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാ 10 കൊല്ലം. പക്ഷെ ഞാൻ ഓരോന്ന് പോയി പറയും. വാപ്പ ജീവിച്ചിരിക്കുന്ന, വാപ്പ ആരോഗ്യവാനായ കാലത്ത് എന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. ബാക്കി 2 പെൺകുട്ടികളുടെ കല്യാണം ബാപ്പ കിടപ്പിലായ കാലത്ത്. പക്ഷെ ഞാൻ ഓരോന്ന് പറയും. അന്വേഷണം വന്നിക്കണട്ടോ, ഞാൻ കാണാൻ പോകാട്ടോ, ഞാൻ ഉറപ്പിക്കാൻ പോവാട്ടോ, എല്ലാം ബാപ്പാനോട് പറഞ്ഞു. പക്ഷെ ആ ബാപ്പ പെട്ടെന്നാണ് പോയതോടുകൂടി എനിക്ക് ആ ബലം പോയി എന്ന് പറഞ്ഞേ. ആ ബലം പോയി. അനുഭവിക്കുന്ന മനുഷ്യരോട് പോയി ചോദിക്കും നിങ്ങൾ, ആ ബാപ്പ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനുണ്ടായ വെളിച്ചത്തിന്റെ വലുപ്പത്തിലാണ്. 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾ കൂടിന്നാലും ആ വെളിച്ചത്തിനും വലുപ്പത്തിനും പകരാവൂല. അതൊരു പ്രസ്ഥാനമാണ്. കാലം ഇനി ഒരിക്കലും ആവർത്തിക്കാത്തൊരു പ്രസ്ഥാനം. കൂടെയുണ്ടോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടായാൽ മതി. എന്താണ് സുരക്ഷിതത്വം? വീടിന്റെ മുറ്റത്ത് ബാപ്പയുടെ ചെരുപ്പ് കാണലാണ് സുരക്ഷിതത്വം. അങ്ങനെ ഒരു ചെരുപ്പ് പേരന്റെ മുറ്റത്ത് ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് ആരോഗ്യം വേണമെന്നില്ല. പക്ഷെ അയാൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ ഒരു വെളിച്ചം, ഒരു ബർക്കത്ത് പടച്ചോൻ തരും. അതുള്ള കാലം ഏറ്റവും മനോഹരമായി സ്നേഹിച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം കരയുന്നതിനേക്കാളും നല്ലതെന്താണെന്നറിയോ? ഉള്ള കാലം സന്തോഷങ്ങൾ നൽകാൻ പറ്റണം. അപ്പോഴേ സമാധാനത്തോടുകൂടി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറ്റൂ. ഉള്ള കാലം മനോഹരമായിട്ടൊന്ന് സ്നേഹിക്കാൻ, ഒന്ന് വർത്തമാനം പറയാൻ, ഒന്ന് ചേർത്തു പിടിക്കാൻ. ഇത്രയേ ഉള്ളൂ എന്റെ വാപ്പ, ഇത്രയേ ഉള്ളൂ എന്റെ ഉമ്മ, ഇനി ഇത്ര കാലമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഗർഭം ധരിച്ച, ക്ലേശം സഹിച്ച, നൊന്തു പ്രസവിച്ച, ത്യാഗം വഹിച്ച ഉമ്മാക്ക് പകരം എന്തു കൊടുത്തു എന്ന് ആലോചിക്ക്. തലയിൽ ഇങ്ങനെ ഗർഭം ചുമക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്ന പിതാക്കൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാലോചിക്ക്. ത്യാഗത്തിന്റെ കഥ ഒരു മനുഷ്യനോടും പറയാത്തൊരു വ്യക്തിയാണ് ഉപ്പ. ആ ഉപ്പയുടെ വേദനകൾ, ഉപ്പയുടെ പ്രയാസം, ഉപ്പയുടെ ബുദ്ധിമുട്ട്, ഉപ്പയുടെ നൊമ്പരം, ഉപ്പയുടെ രോഗങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇതൊന്നും അറിയാതെ ലോകത്തിന്റെ മുക്കുമൂലയിൽ വിവരങ്ങളുടെ ശേഖരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായത് കൊണ്ട് നേട്ടമെന്ത്? നമ്മൾക്ക് വേണ്ടി 10-30 കൊല്ലം സഹിച്ച വാപ്പ, ജീവിച്ച വാപ്പ, ജീവിച്ചമ്മ നാളെ മരണപ്പെട്ടു പോകുമ്പോ വാപ്പാന്യന്മാരും മയ്യത്ത് അങ്ങാടി കൂടെ പോകുന്ന ഒരു മനുഷ്യനെ കൊണ്ട് കുളിപ്പിക്കരുത്. നമ്മൾക്കതറിയണം. വാപ്പാന്റെ തലയുടെ ഭാഗത്തുനിന്ന്, ഉമ്മയുടെ വയറിന്റെ ഭാഗത്തുനിന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ഇമാം അല്ലാഹു മുഗ്ഫിർ എന്ന് പ്രാർത്ഥിക്കുന്ന ലഫ്ള് ബൈ ലഫ്ള് നമുക്ക് അർത്ഥം അറിയണം. ഇതൊന്നും അറിയാ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെന്ന് നമ്മൾ അഹങ്കരിക്കുന്നുവെങ്കിൽ നമ്മൾ അട്ടർ വേസ്റ്റാണ്. മാതാപിതാക്കളുടെ വിലയും മഹത്വവും മനസ്സിലാക്കി അതിലൂടെ ഹൃദ്യമായി പെരുമാറാൻ ആരംഭിക്കുമ്പോൾ കുടുംബം മനോഹരാകും. അത് ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാനും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ
വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ ഒരു വിഷയമുണ്ട്. അള്ളാഹു ഏകനാണ് എന്ന് പ്രതിപാദിക്കുന്നതിന്റെ കൂടെ ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, ആർക്കും ജന്മം നൽകിയിട്ടുമില്ല. അള്ളാഹുവിന് മകനുണ്ട് എന്ന ഒരു വിശ്വാസത്തിന്മേൽ കെട്ടിപ്പടുത്തപ്പെട്ട, അങ്ങനെ പടുത്തുയർത്തപ്പെട്ട ഒരു മതവും മതവിശ്വാസവും അതിന്റെ ആഘോഷവുമെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസം. ത്രികേയത്വം എന്ന് പറയും. ത്രിത്വം, ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്. അള്ളാഹു, ഈസാ അലൈഹിസ്സലാം, മറിയം ബീവി, ഇത് മൂന്നും ദൈവങ്ങളാണ്, അല്ലെങ്കിൽ ഇത് മൂന്നുമാണ് ദൈവം, ഇത് മൂന്നും ഒന്നാണ് എന്ന് വിഭിന്നമായി അവർ ആരാധിക്കുന്ന ആരാധ്യർ. അള്ളാഹുവിന് മകനുണ്ട് എന്ന വാദത്തെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു ഖണ്ഡിച്ചു. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അങ്ങനെ പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു. എത്രയാണ് ഇതിന്റെ ഗുരുതരം? തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ, ആ വർത്തമാനം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും. അൻദഉ ലിർറഹ്മാനി വലദ, അതേ പരമകാരുണ്യകന് സന്താനമുണ്ടെന്നവർ വാദിച്ചതു നിമിത്തം. ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ മേൽ കെട്ടിപ്പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങൾ വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ ഭാഗത്തുനിന്ന് അതിനോട് ഒരു കടുകുമൺ അത്ര പോലും ആ ഭാഗത്തേക്ക് ഒരു സമീപനമോ ചായ്വോ മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കലോ ഉണ്ടാകാൻ ഒരു കാരണവശാലും പാടില്ല. കുഫ്റ, ഇസ്ലാമെന്ന് ഖുറൂജ് അടിക്കുന്ന പരിപാടിയാണ്, പുറത്താവും. അതിന്റെ ഒരു ഭാഗത്തും അവനവന്റെ ഓഫീസിൽ അവനവന്റെ അതുമായി ബന്ധപ്പെട്ട കേക്കോ തൊപ്പിയോ നൂൽമാല സ്റ്റാറോ എന്തായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഗൗരവമറിയാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അതികഠിനമായൊരു വിഷയമാണ്. ഇതൊരു ഓണത്തിന്റെ ഭക്ഷണം പോലെ അല്ല, ആത്മാർത്ഥമായി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞ വിഷയം, അതിന്റെ ഒരു സമീപത്ത് പോലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാകരുത്. അത് നക്ഷത്രമാണെങ്കിലും ശരി, മനസ്സുകൊണ്ട് പോലും ആ വിഷയത്തോട് അംഗീകരിക്കുന്ന അവസ്ഥ ഒരു നിലക്കും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ആ വിഷയം ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കണം.